രായിച്ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രായിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഏട്ടന്റെയും ജീവിതത്തിൽ ഒരു വലിയൊരു ഭാഗമാണ്. ശരിക്കും ഞങ്ങളുടെ ഒരു ജീവിതം തുടങ്ങിയതേ രായിച്ചേട്ടനും ജഗദീഷ് ചേട്ടനും ഇവരെല്ലാരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബലമായിരുന്നു പുറകില്. അതൊക്കെ സത്യം ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. രായിച്ചേട്ടൻ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ പ്രേക്ഷകരുടെ ഇടയിൽ ചിലപ്പോൾ ഒരു ചേട്ടനാവാം, അല്ലെങ്കിൽ ഒരു ഉറ്റ സുഹൃത്താവാം, എന്താ പറയാ, രായിച്ചേട്ടൻ ഒരു ജ്യേഷ്ഠനാവാം, ഒരു അനിയനാവാം, നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് രായിച്ചേട്ടൻ. ഒരിക്കലും മാറിയിട്ടില്ല. ഈ എല്ലാ പേരും ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും, ഒരു ജ്യേഷ്ഠനായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, കുടുംബത്തിലൊരു അംഗമായിക്കോട്ടെ, ഇതെല്ലാം ചിലപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ രായിച്ചേട്ടന് എല്ലാം കൂടെ വൺ റോളായിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് പോലും രാജു അങ്കിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തിയാൽ പോലും രായിച്ചേട്ടന് ഇല്ലാത്തൊരു ഫംഗ്ഷൻ ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. സത്യം, ആദ്യം ഞങ്ങളുടെ കോള് രായിച്ചേട്ടനെ പോവുള്ളൂ. അത്ര ഒരു കടപ്പാട് ഞങ്ങൾക്ക് രായിച്ചേട്ടനോട്. ഏത് വണ്ടി വാങ്ങിച്ചാലും ആദ്യം മക്കളെ കൊണ്ട് കാണിക്കുക. സത്യം രായിച്ചേട്ടാ, ശരിക്കും രാജു അങ്കിൾ എന്ന് പറഞ്ഞ ആ ഒരു റെസ്പെക്ട്, ടു ബി ഫ്രാങ്ക്, ഉള്ള സത്യം പറയാം. എന്റെ മോന് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഫുഡിനകത്ത് പോലും ഒരു പ്രശ്നം വന്ന രായിച്ചേട്ടൻ ആ ഒരു ഫ്രീഡം ഉണ്ട് അവനോട് വിളിച്ച്, മോനെ നീ അത് ശരിയാക്കണം എന്ന് പറയാൻ. ആരെ ഇക്കാലത്ത് ചെയ്യുന്ന എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അവൻ എന്ന് ചിന്തിക്കാതെ അവനെ ഒന്ന് തെറ്റ് ശരിയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഏറ്റവും സിൻസിയർ ആയിട്ട് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങള്. അതുകൊണ്ട് രായിച്ചേട്ടനോട് എന്താ പറയാ, കടപ്പാടുകൾ ഒരു പ്രാവശ്യം പോലും തീരൂല രായിച്ചേട്ടാ, ഞങ്ങൾ എപ്പോഴും. പിന്നെ വേറൊരു കാര്യം കൂടെ രായിച്ചേട്ടൻ പറയട്ടെ, എന്താ പറയാ രായിച്ചേട്ടാ, ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോകുമ്പോ പരീക്ഷ മാറ്റി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ, ആ ഒരു സന്തോഷമാണ് എനിക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ രായിച്ചേട്ടന് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ചമ്മന്തി ആണെങ്കിലും സ്വാദോടുകൂടി കഴിക്കുന്ന ഒരു വ്യക്തിയാണ് രായിച്ചേട്ടൻ. ആ ചെറിയൊരു സാധനം, ഒരു ഇഞ്ചിയുടെ ഒരു ശകലം കൂടിയാൽ പോലെ രായിച്ചേട്ടൻ പറയും അല്ലേ. അതുകൊണ്ട് ഇന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു പേടിച്ചാണ് രായിച്ചേട്ടാ ഞാൻ ഈ മുന്നിലിരിക്കുന്നത്. പക്ഷെ എന്നാലും രായിച്ചേട്ടാ, എനിക്ക് കുറെ വിശേഷങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, രായിച്ചേട്ടൻ മണിയമ്പിള്ള രാജു അഥവാ മണിയമ്പിള്ള ആ ഒരു ഫിലിമിൽ തുടങ്ങി ഇന്ന് ഒരു പ്രൊഡ്യൂസറാണ്. അതൊരു ജേർണി ഇൻ ദ ഫിലിം ഒന്നും ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരുമോ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഈ നാടകം, സിനിമ എടുത്ത് വലിയ ഇഷ്ടമാണ്. നാടകം അഭിനയിക്കുമായിരുന്നു, ഓണായിട്ട് ഇതെല്ലാം ചെയ്യായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ്ങിന് ചേർന്നു 73 to 75. അന്ന് കെ ബാലചന്ദ്രൻ, M.N. രാജുവാണ് ജഡ്ജസ്. അപ്പോൾ അവർ സ്ക്രിപ്റ്റൊക്കെ തന്നിരുന്നു, ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ. പക്ഷെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കണ്ടിട്ട് 35ഓളം സർട്ടിഫിക്കറ്റ് അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അപ്പം പലതും ചെയ്തില്ല, ഈ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യണ്ട, എവിടെയെങ്കിലും ചെയ്ത ഒരു മോണോ ആക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ഒരു മോണോ ആക്ട് ചെയ്തു. അങ്ങനെയാണ് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സെലക്ട് ചെയ്തത്. ഇതേ 35 സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ഞാൻ SSLC കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് ട്രിവാൻഡ്രത്ത് MG കോളേജിൽ പോയി. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ കണ്ട്, അയ്യോ എന്താണിത്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കൊള്ളാമല്ലോ സംഭവം, എത്രയാണ് മാർക്ക്? സർട്ടിഫിക്കറ്റ് ബുക്ക് കാണിച്ച്, ഈ മാർക്ക് വെച്ചിട്ട് ഈ കോളേജ് കോമ്പൗണ്ടിലില്ല, കേശവ ജംഗ്ഷനിൽ പോലും നിൽക്കാൻ അറിയാതെയില്ല, നോക്കിയോളൂ. അത്ര മോശം മാർക്കായിരുന്നു SSLCക്ക്. അപ്പോൾ ഞാൻ 35 സർട്ടിഫിക്കറ്റ് അവിടെ അങ്ങനെയും ഇവിടെ അത് ഗുണവും ചെയ്തു. പിന്നെ അതിനുശേഷം ചാൻസലറായിട്ട് ഇങ്ങനെ ഓരോ ശ്രീകുമാര തമ്പി സാറിൻ്റെ മോഹിനിയാട്ടം എന്നുള്ള സിനിമയിൽ എനിക്കൊരു വേഷം കിട്ടി. അതാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ക്യാമറ ഫേസ് ചെയ്യുന്നത്. കനകദുർഗയുടെ അടുത്ത് ഞാൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ പീറ്റർ സാറിനെ പോയി കണ്ടു, ഇപ്പോൾ വേക്കൻസി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു, ഇനി എനിക്കൊരു ജോലി കിട്ടിയെങ്കിൽ ഞാൻ വല്ല റെയിൽ പാളത്തിലും തലവെച്ചും മരിക്കും, ഞാൻ റെയിൽവേ പാളത്തിലും തലവെച്ചും മരിക്കുന്നതാണ് റിഹേഴ്സലിൽ. അപ്പം ഡോർ ബാസി സാർ പറഞ്ഞു, അത് ട്രിവാൻഡ്രംകാരനാണെന്ന് തോന്നുന്നല്ലോ അദ്ദേഹം, റെയിൽവേ പാളം എന്ന് പറഞ്ഞു, റെയിൽ പാളം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ശ്രീമാനൻ തമ്പി സാർ പറഞ്ഞു ടേക്ക് എടുക്കാമെന്നാണ്. ഞാൻ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. പറഞ്ഞാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ കനകദുർഗ അകത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട്, ഇയാൾ റെയിൽ പാളത്തിലും ചാടണ്ട കേട്ടോ, ഇയാളുടെ ജോലി ശരിയാക്കിയിട്ടുണ്ട്, ഓക്കെ. അതാണ് എൻ്റെ ഫസ്റ്റ്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അങ്ങനെ 10-30 പടങ്ങൾ നസീർ സാറുമായിട്ട് ഞാൻ ഈ മരിച്ച എല്ലാവരുമായിട്ട് അഭിനയിച്ചാണ്. നസീർ സാറ്, ജയൻ, സോയേട്ടൻ, എല്ലാവരുമായിട്ട് ഇങ്ങനെ അഭിനയിച്ചാണ്.